അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പള്ളിയിൽ നിന്നും സുബ്ഹ് ബാങ്ക് വിളിച്ചപ്പോൾ തന്നെ ലൈല ഉണർന്നു. അടുക്കളയിലെ കാലിയായ പാത്രങ്ങൾ നോക്കി അവളൊന്ന് നെടുവീർപ്പിട്ടു. ഭർത്താവ് അവളെയും 4 പിഞ്ചുമക്കളെയും ഉപേക്ഷിച്ചു പോയിട്ട് മാസങ്ങളായി. എങ്കിലും ഈ റമദാൻ മാസത്തിൽ മക്കളുടെ മുഖത്ത് വിശപ്പറിയിക്കരുത് എന്നവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ജീവിതം പരീക്ഷിക്കപ്പെടുമ്പോൾ ലൈലയുടെ ലോകം അവളുടെ 4 മക്കളാണ്. മൂത്തയാൾക്ക് 10 വയസ്സ്, ഇളയവൾക്ക് വെറും 2 വയസ്സ്. തലേ ദിവസം അയൽവാസി നൽകിയ കുറച്ച് കഞ്ഞി കുടിച്ച് ലൈല നോമ്പ് നോറ്റു. മക്കൾക്ക് കൊടുക്കാൻ കുറച്ച് ചോറ് ബാക്കിയുണ്ടായതിൽ അവൾക്ക് ആശ്വാസം തോന്നി. പകൽ പൊരിവെയിലത്ത് അടുത്തുള്ള വീടുകളിൽ തുണി അലക്കിയും വീട് വൃത്തിയാക്കിയുമാണ് അവൾ മക്കളെ പോറ്റുന്നത്. നോമ്പിൻ്റെ ക്ഷീണം വകവെക്കാതെ അവൾ പണിയെടുത്തുകൊണ്ടിരുന്നു. എന്നാൽ മക്കളുടെ ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു: ഉമ്മ, എന്നെങ്കിലും നമുക്ക് നോമ്പ് തുറക്ക് പഴംപൊരി ഉണ്ടാവോ? മക്കളെല്ലാം നോമ്പ് നോറ്റ് വിശന്നിരിക്കുകയാണ്. അതെ, അവർക്ക് നോമ്പ് തുറക്കുവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അത് വെറും എന്നും ഈ ഒരു കഞ്ഞിയും ചോറും മാത്രമായി കഴിയുമ്പോൾ മക്കൾക്ക് എന്തൊക്കെയോ ആഗ്രഹം തോന്നുകയാണ്. ഇന്നത്തെ ഇഫ്താറിന് പഴംപൊരി ഉണ്ടാവും ഉമ്മ എന്ന് 8 വയസ്സുകാരൻ്റെ ആരിഫിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ മറുപടിയില്ലാതെ അവൾ തല താഴ്ത്തി. അതെ, അതിനു വേണ്ടി ഓയിൽ വേണം, പഴം വേണം, മൈദ വേണം, പഞ്ചസാര വേണം. വീട്ടിലാണെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥ. അവൾ മനമുരുകി പടച്ചറബിനോട് പ്രാർത്ഥിച്ചു: അല്ലാ, എൻ്റെ മക്കൾക്ക് ഇന്നെങ്കിലും ഒരു ദിവസം നല്ല രീതിയിലൊന്ന് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ. അതേ, ഭക്ഷണത്തിന് കൊതിയുള്ള സമയമല്ലേ മക്കൾക്ക്. അപ്പോഴും ഈ ഒരു കഞ്ഞി വിളമ്പി കൊടുത്താൽ അത് അവർക്ക് എന്തൊക്കെയോ ആഗ്രഹമുണ്ട് റബ്ബേ. പക്ഷേ പണമില്ലാത്തതിൻ്റെ പേരിൽ പാവൻ്റെ മക്കൾ വെറും കഞ്ഞി മാത്രം കുടിച്ചാണ് ജീവിക്കുന്നത്. അന്ന് വൈകുന്നേരം പള്ളിയിൽ നിന്നും കിട്ടുന്ന കഞ്ഞി വാങ്ങാൻ അവൾ മകനെ പറഞ്ഞയച്ചു. നോമ്പ് തുറക്കുവാൻ ആ കഞ്ഞിയോ കുറച്ച് പച്ചവെള്ളവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മക്കൾക്ക് അത് വിളമ്പിക്കൊടുക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു ദിവസമെങ്കിലും എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തതിൽ അവൾ വല്ലാതെ സങ്കടപ്പെട്ടു. പെട്ടെന്നാണ് വാതിലിൽ ഒരു മുട്ട് കേട്ടത്. ലൈല വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. റബ്ബേ, നാട്ടിലെ ഒരു കൂട്ടം യുവാക്കൾ. അവർ റമദാൻ കിറ്റുമായിട്ട് എത്തിയതായിരുന്നു. അരിയും പഞ്ചസാരയും എണ്ണയും ഈത്തപ്പഴവും അടങ്ങിയ ആ കിറ്റ് കണ്ടപ്പോൾ ലൈലയുടെ മനസ്സിൽ 1000 നന്ദി വാക്കുകൾ വിരിഞ്ഞു. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ തൻ്റെ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പറഞ്ഞു: മക്കളെ, പടച്ചോൻ ആരെയും പട്ടിണിക്കിടില്ല മക്കളെ. അവൾ വിതുമ്പലോടെ മക്കളെ ചേർത്ത് പിടിച്ചു. ഈ റമദാൻ അവർക്ക് വെറുമൊരു പട്ടിണിയല്ലായിരുന്നു, മറിച്ച് ക്ഷമയുടെയും അതിജീവനത്തിൻ്റെയും വലിയൊരു പാഠമായിരുന്നു. ലൈലയെപ്പോലെ ആയിരക്കണക്കിന് ഉമ്മമാർ നമുക്കിടയിലുണ്ട്. അവരുടെ കണ്ണീരൊപ്പാൻ കഴിയുന്നതാണ് ഈ മാസത്തിൻ്റെ യഥാർത്ഥ പുണ്യം. അതവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെ, അന്നവർ കൊണ്ടുവന്ന ആ ഒരു സാധനം, അത് അവരുടെ കൈകളിൽ ഏൽപ്പിച്ച ആ ഒരു ക്യാഷ്. എന്നാൽ മക്കൾ പറയുന്നത് പോലെ പഴംപൊരിക്ക് കൊതിയായിരിക്കുകയായിരുന്നു. എന്നാൽ എണ്ണയും കൊണ്ടുവന്നിട്ടുണ്ട്, മൈദയുണ്ട്, പഞ്ചസാരയുണ്ട്. അവർ നൽകിയ ആ ഒരു പണത്തിൽ നിന്ന് അവൾ അന്ന് തന്നെ വേഗം കടയിലേക്ക് പോയി കുറച്ച് പഴം വാങ്ങി വന്നു. തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അതാ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അന്ന് നോമ്പ് തുറക്കുമ്പോൾ കഞ്ഞിയുടെ കൂടെ പഴംപൊരിയും ഈത്തപ്പഴവും കണ്ട അവർക്ക് വളരെയധികം സന്തോഷമായി. ആ മക്കൾ ഇന്ന് സന്തോഷത്തോടു കൂടി നോമ്പ് തുറക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള എത്രയോ മക്കളുണ്ടാവും അല്ലേ, നമ്മൾ പോലും അറിയാത്തവർ നമുക്കിടയിൽ. നമ്മൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്തു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ അത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സൽപ്രവൃത്തിയായിരിക്കും. പക്ഷേ ചിലരുടെ അവസ്ഥ പുറത്തേക്ക് കാണില്ല. അവർ അകത്ത് വേദനകളും വിഷമങ്ങളും മൂടി വെച്ച് ജീവിക്കുകയായിരിക്കും. ഭർത്താവ് ഉപേക്ഷിച്ച് പോയതിൽ പിന്നെ അതെ, ഇവർക്കാണെങ്കിൽ ജോലിക്ക് പോകുക എന്ന് വെച്ചാൽ അത് ചെറിയ കുട്ടി കൂടി ഉണ്ടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെറിയ കുട്ടിക്ക് 2 വയസ്സാണ്. അതിനെയും കൊണ്ടായിട്ടായിരുന്നു
അയൽപക്കത്തെ വീടുകളിലേക്കൊക്കെ പാത്രം കഴുകുവാനും ഒക്കെ പോയിരുന്നത്. അവരവിടുന്ന് എന്തെങ്കിലും തന്ന് അത്രമാത്രം. നോമ്പിനായാലും രാവിലെ തന്നെ ചെല്ലും. അത് അവരത്താഴം കഴിച്ച പാത്രങ്ങൾ ഒരുപാട് കുന്നുകൂടി കൂട്ടിയിട്ടിട്ടുണ്ടാവും. അതെല്ലാം കഴുകണം. അകമെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കണം. ബാത്റൂമെല്ലാം കഴുകണം. മുറ്റുമെല്ലാം അടിച്ചു വാരണം. അങ്ങനെ ഒരുപാട് ജോലികൾ ആ കുഞ്ഞു മോളെയും കൊണ്ടായിരുന്നു ലൈല ചെയ്തിരുന്നത്. എങ്കിലും അവർക്ക് വിശപ്പടക്കാൻ അല്ലെങ്കിൽ ആഗ്രഹമുള്ള ഭക്ഷണം കഴിക്കാൻ വരെയുള്ള പൈസയൊന്നും അവർ കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലൈല പടച്ച റബ്ബിനോട് ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ആ യുവാക്കൾ കൊണ്ടുവന്ന ആ ഒരു കിറ്റ് അതവൾക്ക് വലിയ ആശ്വാസമായി. അത് അവർ നൽകിയ ആ രൂപയും ശരിക്കും അവർ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അല്ലാ, നിന്നോട് ചോദിച്ചാൽ നീ തരുമല്ലോ അല്ലേ? ഞാൻ നിന്നോട് ഹൃദയം പൊട്ടി ചോദിച്ചു, നീ എനിക്ക് തന്നു. എൻ്റെ മക്കളുടെ മുഖത്ത് ഇന്ന് പുഞ്ചിരിയാണ്. അവർ സന്തോഷത്തോടു കൂടി നോമ്പ് തുറക്കുന്നത് ആ ഉമ്മ കണ്ണീരോടെ നോക്കിക്കണ്ടു. അത് മക്കൾ ആർത്തിയോടെ ഈത്തപ്പഴം കഴിക്കുന്നതും പഴംപൊരി കഴിക്കുന്നതുമെല്ലാം ആ ഉമ്മ സന്തോഷത്തോടെ കണ്ടു. റബ്ബേ, നീ എത്ര കാരുണ്യവാനും കരുണാനിധിയുമാണ്. അല്ലാ യാ റഹമുർ റഹീമീൻ. പടച്ച റബ്ബിനോട് അവൾ ശുക്ർ ചെയ്തു.